ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താ എല്ലാവർക്കും സുഖമല്ലേ? കുറേ കാലത്തിന് ശേഷം നമ്മളൊന്ന് ബീച്ചിൽ പോയതാണ് കേട്ടോ. നമ്മൾ തിങ്കളാഴ്ച മോനെ കോൺട്രസ്റ്റിൽ കാണിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവന് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ബീച്ചിൽ പോയതായിരുന്നു. കുറേ മുന്നേ പോയതാണ്. നമ്മൾ സൺഡേ ഒക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ അവിടെ പാർക്കിംഗ് കിട്ടാണ്ട് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബീച്ചിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നാടോടികളെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി നിൽക്കുമ്പം ഒരാൾ വന്ന് ഇട്ടാപ്പൊട്ടി കൊണ്ടുവന്നാണ്. അപ്പോൾ 2 50 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ചേച്ചി വന്നു. അവർ പറഞ്ഞു 2 30 എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു 3 50 എന്ന്. അങ്ങനെ കുറേ നാടോടികൾ ഓരോരോ സാധനങ്ങൾ കച്ചവടമായിട്ട് അവിടെ ഉണ്ട്. ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇയാത്തും ഞാനും അവരൊപ്പം കൂടി മിഠാപ്പൊട്ടി എറിഞ്ഞ് ഇതാക്കുന്ന രംഗമാണ് കേട്ടോ. കുറേ പൊട്ടുന്നുണ്ട്, കുറേ പൊട്ടാത്തതുണ്ട്. നല്ല ഇതൊരു ഹരമായി ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്തത്. സൂര്യാസ്തമയം ആവാറായിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ക്യാമറയിൽ അത്ര ഭംഗി കാണുന്നില്ല. ഇത് ശരിക്കും കാണുമ്പോൾ നല്ല റെഡ് കളറായിട്ട് നല്ല ഭംഗി കാണാൻ. അപ്പോൾ ഈ ഭാഗത്തോട്ട് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ഡാർക്കായി തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് എടുക്കുമ്പോൾ ലൈറ്റ് കളർ. ഇതിൻ്റെ ഇടയിൽ കുറേ നാടോടികളുണ്ട്. ചെക്കന്മാർ ചക്ര ഷൂട്ട് നടക്കുന്നുണ്ട്. ഇത് അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ സൂര്യനെ പിടിക്കുന്ന മാതിരി ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ അത് ചെയ്യാത്തതുപോലെ ചെയ്യുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതായിരുന്നു. ബീച്ചിൽ ഇപ്പോൾ കുതിര സവാരി തുടങ്ങിയിട്ടുണ്ട്. ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ് മുന്നേ വന്നപ്പോഴും ഉണ്ട്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തൊക്കെയോ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഫോട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ, സൂര്യൻ ഇങ്ങനെ പിടിക്കുന്ന പോലെ. അപ്പോൾ കുതിര സവാരി, കുതിരനെ കണ്ടിട്ട് യാത്ര നല്ല സന്തോഷമായിട്ടുണ്ട്. ഇതിൽ ഇറങ്ങണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൾ ഇറങ്ങിയപ്പോൾ അവൾക്ക് പേടിയായി. പിന്നെ അവൾ പിന്നോട്ട് വലിഞ്ഞു കേട്ടോ. ഇത് ഇന്ന് മേടിച്ചെന്ന് നമ്മൾ SM സ്ട്രീറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മേടിച്ച ഡ്രസ്സ് അപ്പം തന്നെ ഇടണമെന്ന് പറഞ്ഞു ഇട്ടതാണ്. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടതായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെയൊക്കെ നാടോടികളുണ്ട്. പിന്നെ ഓരോ കച്ചവടക്കാരുണ്ട്. പിന്നെ കുറേ ആൾ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. ഇതിലിറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അപ്പുറത്ത് ഇറങ്ങാമെന്ന്. പോലീസുകാരുണ്ട്. നമ്മൾ കുറേ ഇങ്ങനെ നടന്നു. നമ്മൾ 6:30 ആയപ്പോൾ തിരിച്ചു പോന്നു കേട്ടോ. ഇതാണ് കുതിര സവാരി. കുറച്ച് അപ്പുറത്ത് ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. ഇപ്പോൾ റമദാനൊക്കെ വരികയല്ലേ. റമദാനിൽ ഞാൻ ഒരു ഖുർആൻ സീരീസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഖുർആൻ ചില സൂറത്ത് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും സൂറത്ത് എടുത്തിട്ട് ഓതിയിട്ട് അതിൻ്റെ മീനിങ് പറയാം. ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ തെറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏതാ സൂറത്ത് ഓതേണ്ടത്, മീനിങ് പറയേണ്ടതെന്നൊക്കെ. ഇപ്പോൾ എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. ജലദോഷം നോക്കി ആവട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ വടകര വരെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ബസ്സിൽ പോകുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് സൗണ്ട് മാറിപ്പോയി. ഇത് ഓക്കെ ആകുമായിരിക്കും, മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഐശ്വര്യതി ഉപ്പിലിട്ടത് ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ മഞ്ഞപ്പിത്തം പടർന്ന് നടക്കുന്ന ഇതാണല്ലോ. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. നമ്മൾ ചായയും കാടമുട്ടയാണ് കഴിച്ചത്. പിന്നെ ബേൽപൂരി കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ബീച്ചിന് അടുത്ത് ചായ കുടിക്കാൻ ഇറങ്ങി. യാത്തു കുറച്ചൊക്കെ കുത്തി കഴിച്ചു. പിന്നെ അവൾക്ക് എരിവ് വന്നു. കുറച്ച് ചായ കുടിച്ചു. ചിലത് കുത്തുമ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ കുറേ എന്തൊക്കെയോ കളിച്ചോ. കണ്ടോ, സൂര്യൻ കുറച്ചുകൂടെ താന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫോണിൽ പക്ഷേ നോക്കിയിട്ട് നമുക്ക് അത്ര റെഡ് അറിയുന്നില്ല. നേരിട്ട് കാണാൻ നല്ല റെഡാണ്. ഇവിടെ പലതരം ഐസ്ക്രീംസ് എല്ലാം ഉണ്ട്. അതൊന്നും നമ്മൾ മേടിച്ചില്ല കേട്ടോ. മഞ്ഞപ്പിത്തത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് അതൊന്നും മേടിക്കരുതെന്ന് ആണല്ലോ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മേടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ പ്രാവിൻ്റെ പിന്നാലെ കുറേ നടന്നു. അനുവിന് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയിട്ടില്ല. അവർ 3 പേരും ജസ്റ്റ് ഒന്ന് കാല് നനച്ചു. അപ്പോൾ ഈ അത്തുവിന് പേടി. അവൾ ബാക്കോട്ട് വലിഞ്ഞു കേട്ടോ. പിന്നെ കാലിൽ മണലായിട്ട് കുറേ എന്തോ കളിച്ചു. ചെരുപ്പൊക്കെ ഊരിയിട്ട് ചെരുപ്പിടാണ്ട് നടന്നു.
അവർക്ക് ചെരുപ്പിലൊരു നനവ് പോലും പറ്റില്ല. ചെരുപ്പ് നനഞ്ഞ അപ്പം തന്നെ തുടച്ചു കൊടുക്കണം. കണ്ടോ നമ്മൾ വെള്ളത്തിൽ അതിൻ്റെ സൂര്യൻ്റെ ഇത് കാണുന്ന നല്ല ഭംഗിയല്ലേ. ഇപ്പോൾ ഈ സൈഡ് ഒന്നുകൂടെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. നമ്മൾ സൂര്യൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നതാണ്. സൂര്യൻ താഴ്ന്നു പോകുന്നത് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അപ്പുറത്ത് പോയി വേൽപ്പൂരി വാങ്ങാൻ പോയി. അപ്പോഴത്തേക്കും സൂര്യൻ താഴ്ന്നു കഴിഞ്ഞു. അതെനിക്ക് മിസ്സായി. അത് വീഡിയോയിൽ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയി. അങ്ങനെ ഇതാ ഇവിടെ ചെറിയ മക്കളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളത്തിലിട്ട് കളിപ്പിക്കുന്ന. പുറത്തതാ ബോട്ടിങ്ങിൽ ആൾക്കാർ കയറി ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വന്നാന്ന് തോന്നുന്നു. അതുപോലെ നമ്മൾ ആ ചായക്കടയൊക്കെ ഉള്ള സ്ഥലമില്ല, അവിടെ തിണ്ടൊക്കെ ഉള്ള അവിടെയൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ പണി നടക്കുകയാണ്. അതുകൊണ്ട് ചായക്കാരൊക്കെ ബീച്ചിന് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ചെയ്യുന്നത്. അത് ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ബീച്ചിന് ചില്ലറ കുറേ മാറ്റങ്ങളുണ്ട്. പിന്നെ കുറേ നാടോടികളുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് തന്നെ ഒരു കച്ചവടം നടത്തുന്ന ബലൂണായിട്ടും പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് ടാപ്പൊട്ടി, പിന്നെ എന്തൊക്കെയോ ഐസ്ക്രീം കച്ചവടം, അങ്ങനെ എന്തോ അവർ ഫാമിലി ആയിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയാണ് കേട്ടോ. അങ്ങനെ ഇതോ നമ്മൾ സൂര്യൻ ഇതാ നന്നായിട്ട് താഴ്ന്നിട്ടില്ല. ഞാൻ കുറേ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. താഴ്ന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി എൻ്റെ അടുത്തുനിന്ന്. അപ്പോഴാണ് ആന് പറഞ്ഞു നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 ആളും ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പുറത്തൊക്കെ ചെറിയ കൊച്ചിനെ കാല് നനപ്പിക്കുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ കളിയാണ്. അത് അവർ റെഡിയായി ഇറങ്ങിയപ്പോഴാണ് ഓളും പോകുന്നുണ്ട് എന്ന് ആദ്യം പറഞ്ഞു. അങ്ങനെ അവർക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഞാൻ പാൻറ്റ് ഊരി കൊടുത്തു. അപ്പോൾ കാല് കുറച്ച് നനഞ്ഞപ്പോൾ എന്തോ ആയി, മണൽ കാലിലൊട്ടിട്ടേ അങ്ങനെ അവൾ പിൻവാങ്ങി, ബാക്കോട്ട് നിന്നു. ചെറിയൊരു പേടിയുണ്ടായിരുന്നു തിരമാലൊക്കെ കണ്ടിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവർ നിന്നിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പോകാം എന്നുള്ള ഇതായിരുന്നു. ഡ്യൂട്ടിക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങനെ 6:30 ആയപ്പോഴാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഭേൽപ്പൂരി കഴിക്കുന്നുണ്ട് കേട്ടോ. ഭേൽപ്പൂരി കഴിച്ചിട്ട് തിരിച്ചു പോരുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ബീച്ചിന് ഉണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം പോയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ പണിയൊക്കെ നടക്കുന്നതിൻ്റെ മുന്നേ വന്നവരും ഇപ്പോൾ അടുത്ത് പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല രസമല്ലേ ബീച്ചിൽ പോയാൽ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. നമ്മളെ വിഷമങ്ങൾ മാറാനും ഒരു മനസ്സൊന്ന് ശാന്താവാനും കൂളാവാനൊക്കെ നല്ല സ്ഥലമാണ് ബീച്ച്. അത് ഇപ്പം തന്നെ വീഴാൻ പോയി, കറക്റ്റ് പിടിച്ചുകൊണ്ട് അവിടെ വീണില്ല. അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് ഇനിയും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നേനെ. അതിനുശേഷമാണ് അവളൊരു പിൻവാങ്ങൽ ഉണ്ടായത്, ബാക്കിലോട്ട് വരാൻ തുടങ്ങി കേട്ടോ. ഒരു പേടി വന്നു വീഴാൻ പോയതിന് ശേഷം. സൂര്യൻ ഇപ്പോഴും ഉണ്ട്, താഴ്ന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ മിസ്സായിപ്പോയി. ഒരുപാട് തവണ കണ്ടതാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഒരു സീനാണ് ഇല്ലേ അത്. പിന്നെ നമ്മളത് അവിടെ നിന്ന് പോന്നു. ഇതാണ് ഭേൽപ്പൂരി. അത് നമ്മൾ ബീച്ചിൽ പോയാൽ ഭേൽപ്പൂരി കഴിക്കൽ മസ്റ്റാണ്, കഴിക്കാറുണ്ട്. പിന്നെ ആനുവിന് ഐശ്വര്യത്തിൽ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ നമ്മളത് മഞ്ഞപ്പിത്തമാണ്, അങ്ങനെ നല്ലതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിട്ടു. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കഴിച്ചു. കാരണം കാടമുട്ട ഒന്ന് ഇവരൊക്കെ കഴിച്ചപ്പോൾ 2ാമത്തെ പ്ലേറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ാമത്തെ പ്ലേറ്റ് വന്നപ്പോൾ ആർക്കും കാടമുട്ട വേണ്ട. അങ്ങനെ ഞാൻ കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഭേൽപ്പൂരി ഒന്നും മേടിച്ചിട്ടുള്ളൂ. അല്ലാതുകൊണ്ട് തന്നെ എല്ലാവരും കഴിച്ചു. അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോഴാണ് ഞാൻ സൂര്യൻ നോക്കുന്നത്, കാണുന്നില്ല. കണ്ടോ, ഈ തിണ്ടെല്ലാം പൊളിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ടായിരുന്നു ആദ്യം ചായ കുടിക്കലും. ചായക്കടക്കാരൊക്കെ ഇവിടെ ഇരുന്നു അല്ലേ ഉണ്ടാവുക. ഇവിടെയൊക്കെ പണി നടക്കുകയാണ്. ഇവിടെയൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം കുറച്ച് അപ്പുറത്താണ് അവർ ചായക്കട നടത്തുന്നത്. അതുകൊണ്ട് അവിടെ ഒന്നും കൂടെ തിരക്കുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ.